നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ പള്ളിയിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് നാടിന് കണ്ണീരാഴ്ത്തിയ സംഭവം. ഗുരുതരാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. അപകടം പതിവായതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ട് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല അദാലത്തിൽ 53 ഫയലുകൾ പരിഗണിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ നേതൃത്വം നൽകി. കാസർഗോഡ് ആവേശത്തിലിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പൂരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകോലും കലശോത്സവം കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾക്കായി അടോട്ട് കളരി മധുരക്കാട് വയൽ കലശപ്പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർവീൽ ക്ലബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ പള്ളിയിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് നാടിന് കണ്ണീരാഴ്ത്തിയ സംഭവം. ഗുരുതരാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ പള്ളിയിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. പാലക്കി സ്വദേശി അസീസിന്റെ മകൻ 9 വയസ്സുകാരൻ അഫാസ്, ഫൈദറിന്റെ മകൻ 11 വയസ്സുകാരൻ അൻവർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഹാഷിഫിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ മരണപ്പെട്ട അൻവറിന്റെ സഹോദരനാണ് ഹാഷിഖ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നിരുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. അപകടം പതിവായതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ട് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. കഴിഞ്ഞ 3-ാം തീയതി ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതും കാലവർഷം അടുത്തതും കൊണ്ട് എത്രയും പെട്ടെന്ന് പണി തീർത്ത് ബസ് സ്റ്റാൻഡ് തുറക്കാൻ തീരുമാനമായിരുന്നു. തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം പണി ആരംഭിച്ചു. ഒരാഴ്ച കൊണ്ട് കിളച്ചെടുത്തു. ഡ്രെയിനേജിന് കുഴിയും എടുത്ത ശേഷം പണി നിർത്തിയതായി പരാതി ഉയർന്നു. ദിവസങ്ങളായി കുഴിയിൽ വെള്ളം നിറഞ്ഞ് അപകട ഭീഷണിയിലാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച സിറ്റി ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ അപകട സാധ്യത മുൻനിർത്തി കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കുഴിയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ വീണു പരിക്കേറ്റിരുന്നു. അറ്റകുറ്റപ്പണി നടക്കുന്ന സ്റ്റാൻഡ് പൂർണ്ണമായും തുറന്നിട്ട നിലയിലായതിനാൽ ആളുകൾ ഇതുവഴിയാണ് കാൽനടയായി യാത്ര ചെയ്യുന്നത്. ശുചിമുറിയിലേക്കും ചില കടകളിലേക്കും പോകണമെങ്കിൽ സ്റ്റാൻഡ് കടക്കണം. സംഭവത്തിന് പിന്നാലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നഗരസഭ നടപടി ആരംഭിച്ചു. കുഴി നികത്തിയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർത്തിയിട്ടിരുന്ന ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണി പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. കല്യാൺ റോഡിന് സമീപവും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണത് പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നല്ല രൂപത്തിൽ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയാണ് വാസ്തവത്തിൽ രൂപത്തിലെത്തിക്കുന്നത്. ഇപ്പോൾ മഴ ആരംഭിച്ചതേ ഉള്ളൂ, കാലവർഷം ആരംഭിച്ചിട്ടില്ല. പിന്നെ കാലവർഷം കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി?
ആറുവരിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറ്റൻ മതിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ടൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പറയുന്ന നമ്മുടെ കൂളിയങ്കാലി ഇന്ന് 2 നാളായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൻ്റെ വീതി കുറഞ്ഞു. ആ റോഡിൽ തന്നെ കുണ്ടും കുഴി നിർത്തുകാരും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് അതുപോലെ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ക്വാർട്ടേഴ്സൊക്കെ തന്നെ ആളുകൾ വരാതെ കണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു. അതിന് ടാക്സ് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ രൂപത്തിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി, കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടറെ കരിങ്ങിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിന് പരിഹാരം കണ്ടേ മതിയാകും. കലക്ടർ സന്ദർശിക്കണം, ജനപ്രതിനിധികൾ സന്ദർശിക്കണം. ഈ രാജ്യത്തിൽ ജനങ്ങൾക്ക് യഥേഷ്ടം ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വിള്ളലും സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. കല്യാൺ റോഡിൽ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഇടിഞ്ഞു വീണത്. ഏകദേശം 10 മീറ്ററോളം ഭാഗം തകർന്നു. റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തതിനാൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കരാർ കമ്പനി പറയുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. മണ്ണിട്ട് നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത്. ചില ഭാഗത്ത് 3 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതിന് താഴെയായി ഒട്ടേറെ വീടുകൾ ആണുള്ളത്. താമസിക്കാൻ എൻ്റെ തൊട്ടടുത്ത് ഇത് എൻ്റെ വീടാണ്. നമ്മൾക്ക് തന്നെ പോയിട്ട് വരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉള്ളത്. നമ്മൾ ഭാര്യന് ഒരു വർഷം ഇറങ്ങിയപ്പം തലക്ക് വീണ്. ഇവിടെ ഇതിന് ആദ്യം സംവിധാനം ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ ജനങ്ങൾക്കില്ല, നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടി നമ്മൾ സഹായിച്ച്. അപ്പോൾ ഇങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അതിൽ കിട്ടണത് നമ്മൾ ജനങ്ങൾക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാം, നമ്മൾ വീട് ഒരു വണ്ടി വെക്കാൻ സൗകര്യം ഉണ്ടാകും, നടന്നു ഇതൊക്കെ അത് സൗകര്യമാണല്ലോ. അതിലാണ് നമുക്ക് ഒരു വീട് മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം ആദ്യം ഇത് അറിയുന്നില്ല. ഈ അവസ്ഥ നമ്മൾ അറിയുന്നെങ്കിൽ ഈ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളിതിന് പരിപൂർണ്ണമായി എടുക്കുന്ന ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെന്താക്കുക, ഇന്ന് എല്ലാവരും പറയുന്ന പോലെ ഇത് മേലധികാരി ആരും ഇവിടെ ഇതിൽ തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടടുത്ത് ഇവിടെ നമ്മൾ ഈ വാർഡ് കൗൺസിലർ അല്ലാണ്ട് നമ്മൾ മറ്റെല്ലാവരും ആരും കുറ്റപ്പെടുന്നില്ല. എല്ലാ സംഭവം സഹിക്കാൻ അറിഞ്ഞിട്ടുന്നില്ല. ഇപ്പം ഇന്നലെ ന്യൂസ് വന്നതിന് ശേഷമാണ് ഇത് ജനങ്ങളിലേക്ക് അറിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് കൂളിയങ്കാലിൽ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്നലെ ഒറ്റൊരു മഴ എന്ന് പറഞ്ഞാൽ കാലവർഷം ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഒറ്റൊരു മഴയിലാണ് ഇവിടെയൊക്കെ ഇടിഞ്ഞ് ഭീകരാവസ്ഥയാണ് ഇവിടെ ഇടിഞ്ഞ് വരുന്നത്. ഞാൻ പരാതികൾ എന്ന് വെച്ചാൽ എല്ലാ അധികാരികളുടെ മുമ്പിലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരാതികൾ കൊടുത്തതാണ്. കലക്ടർക്കും NH നാഷണൽ ഹൈവേൻ്റെ കലക്ടർക്കും തഹസിൽദാർക്കും ഇങ്ങനെ എല്ലാ ഇതിനും ലെറ്റർ കൊടുത്ത് അവർ പരിഹരിക്കാമെന്ന് പറഞ്ഞതല്ലാണ്ട് അവർ വന്ന് സന്ദർശിച്ചു എന്നല്ല, അവരൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് റിട്ടേണിംഗ് വാൾവും അതുപോലെ തന്നെ ഡ്രെയിനേജും അതില്ലാത്തടത്തും കാലം ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളും വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കാണുന്ന അറിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതല്ലേ. ഒരു സൈക്കിൾ വരെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്കൂട്ടിയോ വണ്ടിയോ പോട്ടു, സൈക്കിൾ വന്നിട്ട് മുകളിലോട്ട് ഇറങ്ങാനും സൈക്കിളൊക്കെ അതിന് വരെ സൗകര്യമില്ലാതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനത്തെ വികസനം ആവശ്യം തന്നെ. വികസനത്തിൽ നമ്മളെ അങ്ങനെ പോക്ക് ഒരു വയസ്സായ അവരെ ചെയറിൽ ഇരുത്തിയിട്ട് മുകളിലോട്ട് കൊണ്ടുവരണം. എത്ര ഉയരത്തിൽ നിങ്ങൾ കാണുന്നില്ല, കണ്ടാൽ മനസ്സില്ല. അത്ര വണ്ടിയോ ഒരു സൈക്കിളോ ഒന്നും പോകില്ല. സൈക്കിൾ ഇങ്ങനെ എത്ര ആളിങ്ങനെ കൊണ്ടുപോയി പറ്റും. അതിന് സ്വാധീനം വഴി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതും കൂടി ഏറ്റെടുത്തിട്ടായിട്ട് നമ്മളെ ഇതും കൂടി ശേഖരിക്കണം. അത് നമുക്ക് ഗവൺമെൻറ്റോട് പറയാനില്ല. നമ്മളെ കൂടെ ഒന്ന് ഈ കോൺഗ്രസ് വീടൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ അവിടെ ജീവിച്ചിട്ട് ഫലമില്ല. ജീവിക്കാൻ പറ്റും, അവിടെ ഇറങ്ങാൻ പറ്റാതെയും കയറാതെയും പറ്റിയത് അവിടെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. മഴ ശക്തമായതോടെ ചട്ടഞ്ചാൽ, തെക്കിൽ, വീരമലക്കുന്ന്, മട്ടലായി ഭാഗങ്ങളിൽ കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അടിപ്പാതകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പതിവാണ്. ഒരു മഴ പെയ്തപ്പോൾ തന്നെ റോഡുകളിൽ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതും സർവീസ് റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 41 കേന്ദ്രങ്ങളിലായി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും തടയാൻ നടപടി സ്വീകരിക്കാൻ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. ദേശീയപാതയിലെ ദുരന്ത നിവാരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് കളക്ടർ പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവൃത്തി ഉറപ്പുവരുത്താൻ നിരീക്ഷണത്തിന് തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. ജനപ്രതിനിധികളുടെ യോഗവും ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. കുന്നിടിച്ചൽ ഭീഷണി,
സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഓവുചാൽ സംവിധാനത്തിലെ അപാകത, ഗതാഗത തടസ്സം, പ്രധാന പാതയിലെയും പാർശ്വപാതകളിലെയും വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. കൂടുതൽ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുള്ളതായി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. റവന്യൂ ഉദ്യോഗസ്ഥരെ കാലവർഷത്തിനു മുൻപേ ഇതിനായി നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു. യോഗത്തിൽ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ റമീസ് രാജ, നഗരസഭാ അധ്യക്ഷരായ അബ്ബാസ് ബീഗം, കെ വി സുജാത, ടി വി ശാന്ത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UP താഹിറ തുടങ്ങിയവർ സംബന്ധിച്ചു. 24-ന് കളക്ടറുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരാനും യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല അദാലത്തിൽ 53 ഫയലുകൾ പരിഗണിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ നേതൃത്വം നൽകി. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല അദാലത്തിൽ 53 ഫയലുകൾ പരിഗണിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ നേതൃത്വം നൽകി. ആകെ 6 പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. 47 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവച്ചു. അഡ്വക്കേറ്റ് ഇന്ദിര, സുനിൽ, പോലീസ് ഓഫീസർമാരായ AK ജയശ്രീ, അമൃത, കൗൺസിലർ രമ്യമോൾ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് ആവേശത്തിരയിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പോരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. ഉത്തരമേഖല വടംവലി ചാമ്പ്യൻഷിപ്പിൽ DYFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ കൊസാംബി ബേത്തൂർ പാറയാണ് കിരീടം ചൂടിയത്. കമ്പയുടെ ചലനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊമ്പുകോർക്കുന്ന എതിരാളികളെ മുട്ടുകുത്തിക്കുന്ന കമ്പപ്പോരിന്റെ ആരവങ്ങളായിരുന്നു കാസർഗോട്ട് ഇന്നലെ രാത്രി നിറയെ. ആവേശം കൊടുമുടി കയറിയപ്പോൾ മഴ പോലും ഒന്ന് മാറി നിന്നു. കമ്പത്തട്ടിനെ വിറപ്പിച്ച് ടീമുകൾക്കായി കാളക്കുറ്റന്മാരെ പോലെ ഓരോരുത്തരും കമ്പ ആഞ്ഞുവലിച്ചപ്പോൾ ഗ്യാലറി ആവേശം കൊണ്ട് വീർപ്പുമുട്ടി. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥേയത്വം വഹിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പും ഉത്തരമേഖല വടംവലി ചാമ്പ്യൻഷിപ്പും ഇതുവരെയായും കാണാത്ത ആവേശപൂരമാണ് കാസർഗോഡിന് സമ്മാനിച്ചത്. സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ 2 ടീമുകളും കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് ടീമുകളും KUWJ സംസ്ഥാന ടീമും ഉൾപ്പെടെ 8 ടീമുകളാണ് കൊമ്പുകോർത്തത്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ കണ്ണൂർ പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി മലപ്പുറം പ്രസ് ക്ലബ്ബ് കപ്പുയർത്തി. KUWJ സംസ്ഥാന കമ്മിറ്റി ടീം 3-ാം സ്ഥാനവും പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് 4-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. കമ്പവലിയുടെ മനോഹാരിതയും ആവേശവും സമന്വയിച്ച മത്സരമായിരുന്നു ഉത്തരമേഖല വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ടത്. DYFI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൊസാംബി ബേത്തൂർ പാറയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജിംഖാന മാവുങ്കാലും AIYF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി യുവതാര അരമങ്ങാനവും യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ബ്രദേഴ്സ് കൂടാനവും സ്കിന്നേഴ്സ് കാസർഗോഡിന് വേണ്ടി AKG ചാമക്കുഴിയും മറ്റു ടീമുകളായ AKG വട്ടംതട്ട, PRS പെർള, ഭഗവതി പൊടിപ്പളം, വൈഗ ഫ്രണ്ട്സ് പള്ളത്തടുക്ക എന്നീ ടീമുകളാണ് ഉത്തരമേഖല വടംവലി ചാമ്പ്യൻഷിപ്പിൽ കൊമ്പുകോർത്തത്. ആവേശം അണപൊട്ടിയൊഴുകിയ ഫൈനൽ മത്സരത്തിൽ ജിംഖാന മാവുങ്കാലിനെ മുട്ടുകുത്തിച്ച് കൊസാംബി ബേത്തൂർ പാറ കിരീടം ചൂടി. യുവതാര അരമങ്ങാനം 3-ാം സ്ഥാനവും AKG ചാമക്കുഴി 4-ാം സ്ഥാനവും നേടി. ആഘോഷ നിറവിൽ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു.
കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. വടംവലി അസോസിയേഷൻ ഭാരവാഹികൾ അടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റിയാണ് മത്സരം നിയന്ത്രിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സഹകരണവും ചാമ്പ്യൻഷിപ്പിനുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കമ്പത്തട്ടിൽ ആവേശമുയർത്തി ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തപ്പോൾ അത് കൗതുക കാഴ്ചയായി. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സിനിമാ താരങ്ങളും പൊതുപ്രവർത്തകരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത്. വീറും വാശിയും നിറഞ്ഞ കമ്പപ്പോരിൽ പൊതുപ്രവർത്തകരുടെ അനുഭവക്കരുത്തിനു മുന്നിൽ സ്ക്രീനിൽ വിസ്മയം തീർക്കുന്ന താരങ്ങൾക്ക് അടിപതറി. കാസർഗോഡ് വടംവലി ആരവങ്ങൾ സാധാരണമാണെങ്കിലും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും സെലിബ്രിറ്റി താരങ്ങളും കൊമ്പുകോർത്തത് കൗതുക കാഴ്ചയായി. കട്ടും ആക്ഷനുമില്ലാത്ത കമ്പപ്പോരിൽ തിളക്കമുള്ള വിജയം മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു സിനിമാ താരങ്ങളുടെ പട പോരിനിറങ്ങിയത്. വീറോടെ വടം പിടിച്ച് നാത്താൻ കേസുകോട് സിനിമയിലെ ജഡ്ജ് പി കുഞ്ഞികൃഷ്ണനും രാജേഷ് അഴീക്കോടനും മറിമായ മുന്നിരാജും അഡ്വക്കേറ്റ് സി ശുക്കൂറും മറ്റ് താരങ്ങളുമാണ് സെലിബ്രിറ്റി ടീമിനായി നിലയുറപ്പിച്ചത്. മറുഭാഗത്താകട്ടെ AK അഷ്റഫ് MLAയും TK രാജനും K മണികണ്ഠനും മുന്നിലായി നിലയുറപ്പിച്ച പൊതുപ്രവർത്തകരുടെ ടീമും പോരിന് തയ്യാറായി. ഏതു കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കുവാൻ പോന്ന അനുഭവക്കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് പൊതുപ്രവർത്തകർ ആദ്യ വലിയിൽ തന്നെ കാട്ടിക്കൊടുത്തു. രണ്ടാം വലിയിലും പൊതുപ്രവർത്തകരുടെ ശക്തിക്ക് മുന്നിൽ താരപ്രഭ നിഷ്പ്രഭമായി. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇതാ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പുകോർക്കുന്ന പോരാട്ട വീര്യം തീർക്കുകയാണ് ഈ സൗഹാർദ്ദ മത്സരം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആവേശപ്രദമായ ആർപ്പുകളികളിതാ ഇവിടെ പ്രശ്നം. രാഷ്ട്രീയം വിഭിന്നമാണെങ്കിലും പൊതുപ്രവർത്തകർ 8 പേരും ഒരേ മനസ്സോടെ ആഞ്ഞു വലിച്ചപ്പോൾ സ്ക്രീനിലെ താരങ്ങൾ മുന്നോട്ടാഞ്ഞു വീണു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പരാജയം സമ്മതിച്ച സിനിമാ താരങ്ങൾ വിജയികളോടൊപ്പം തന്നെ കയ്യടി ഏറ്റുവാങ്ങി. കായിക മേഖലയിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൊണ്ടുവരുന്നതിന് ഏറ്റവും ആവേശകരമായ ഒരു തീരുമാനമാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മത്സരം തീർച്ചയായും കാസർഗോഡിന്റെ പ്രയാണപഥത്തിൽ മതേതരത്വവും സ്നേഹവും മാനവീയതയും ഊട്ടിയുറപ്പിക്കുന്ന മികച്ച ഒരു അടയാളമായി ചരിത്രത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസിലടിക്കുമ്പോ മെയില് പോകുന്നു, മെയില് ബസ് വണ്ടി, ആ വണ്ടി പോലെ ആന അങ്ങോട്ട് നമ്മളെ ചളിക്കണ്ടത്തിൽ വീണു. അങ്ങനത്തെ രസമല്ല ഒരു ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം.
ഗംഭീര പരിപാടിയാണ്. പ്രസ് ഫോറത്തിന്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. തുല്യമായ വെയിറ്റ് ഉള്ളവർ തമ്മിലായിരിക്കും എടുക്കാൻ പറ്റും. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ആനയും ഒരു ഭാഗത്ത് ഉറുമ്പുകൾ എന്ന നിലയിലായി പോയി മത്സരം. ഏതായാലും ഇതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ പരാജയം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്നു. സിബി തോമസ്, ഷീന ക്ലായിക്കോട്, സി നാരായണൻ, ബീന കൊടക്കാട് എന്നിവരായിരുന്നു വടംവലിയിൽ പങ്കെടുത്ത മറ്റ് സിനിമാ താരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, കെ എ മുഹമ്മദ് ഹനീഫ, സി യു ജെയിംസ്, സഹീർ ആസിഫ്, കെ എം ഹനീഫ എന്നിവരാണ് പൊതുപ്രവർത്തകർക്കായി വടംവലിച്ച മറ്റുള്ളവർ. പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിന് സമീപത്തെ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത്. സംസ്ഥാനത്തെ പ്രസ് ക്ലബ്ബ് ടീമുകൾക്കൊപ്പം KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ ടീമും മത്സരത്തിൽ പങ്കെടുത്തു. ഇതോടൊപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്തര കേരള വടംവലി മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ മെഡിസിപ്പ് പദ്ധതി ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു 10 ചോദ്യാവലി തന്നു. ആ ചോദ്യാവലി നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തു. ആ ചോദ്യാവലി വെച്ച് ഒരു ചർച്ച ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. ആ ചർച്ചയിലൂടെ വ്യക്തമായി നമ്മൾ പറഞ്ഞിരുന്നു, ഓപ്ഷൻ നിർബന്ധമാണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പെൻഷൻകാരുടെ മൗലിക അവകാശമാണ്. ചേരണോ ചേരേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതിനെ ധരിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ മെഡിസിപ്പ് പദ്ധതിയിലുള്ളത്. അതുകൊണ്ട് അതേ നിയമവശത്തിലൂടെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ എംപാൻ ചെയ്തിട്ടുള്ള മുഴുവൻ ആശുപത്രികളിലെ മുഴുവൻ ചികിത്സയും നമുക്ക് ഉറപ്പുവരുത്തണം. ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. R രാജൻ കുരുക്കൾ സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ് 2025 ലക്ഷ്യം 1 ലക്ഷം അംഗങ്ങൾ എന്ന വിഷയം അവതരണം നടത്തി. KV മുരളി, K രാമകൃഷ്ണൻ, MP വേലായുധൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം V മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകോലം കലശോത്സവം കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾക്കായി അടോട്ട് കളരി, മധുരക്കാട് വയൽ കലശപ്പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകോലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം മെയ് 23, 24 വെള്ളി, ശനി ദിവസങ്ങളിലായാണ് നടക്കുന്നത്. മെയ് 23 വെള്ളിയാഴ്ച അകത്തെ കലശവും മെയ് 24 ശനിയാഴ്ച പുറത്തെ കലശവും നടക്കും. അകത്തെ കലശോത്സവത്തിൽ മണാളൻ, മണാട്ടി, മാഞ്ഞാളിയമ്മ എന്നീ തെയ്യങ്ങളും അടോട്ട്, മൂത്തേടത്ത് കുതിര, മധുരക്കാട് വയൽ, കിഴക്കുംകര, ഇളയിടത്ത് കുതിര എന്നിവിടങ്ങളിലെ കലശങ്ങളും എഴുന്നള്ളിക്കും. അതിൻ്റെ മുന്നോടിയായി അടോട്ട് പാടാർകുളങ്ങര അടോട്ട് മൂത്തേടത്ത് കുതിര ശ്രീ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അച്ഛന്മാരും ബാല്യക്കാരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പൂ ശേഖരിക്കാൻ വേണ്ടി അടോട്ട് കളരിയിൽ സംഘടിക്കുകയും കുറച്ച് പേർ അടോട്ട് വയലിൽ സംഘടിക്കുകയും ചെയ്ത് പുറപ്പെട്ട് വെള്ളിക്കോത്ത് വീണിച്ചേരി വടക്കേ വീട് തറവാട്ടിൽ സംഗമിച്ച് അവിടുന്ന് വാരിക്കാട്ട് പോയി അനുഗ്രഹം വാങ്ങി തിരിച്ച് പച്ചിക്കാരൻ വീട് വന്ന് അവിടുന്ന് പൂ പൊളിച്ച് അവിടുന്ന് ആദ്യം രണ്ട് വിഭാഗമായി തിരിഞ്ഞ് പൂ വ്യത്യസ്ത തറവാടുകളിലും വീടുകളിലും ചെന്ന് അനുഗ്രഹങ്ങൾ തേടുകയും പൂ ശേഖരിക്കുകയും ചെയ്ത് അത് കാട്ടുകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിൽ എത്തിച്ചേർന്ന് അവിടെ സംഗമിച്ച് അവിടെ നിന്നും രണ്ട് വിഭാഗങ്ങളും മൂലക്കണ്ടത്തിൽ വെച്ച് സംഗമിച്ച് തിരിച്ച് നമ്മൾ പുറപ്പെട്ട കളരിക്കാലേക്കും വയലിലേക്കും എത്തിച്ചേരുന്ന ഒരു ചടങ്ങാണ് ഈ മടിയൻകോലം പൂക്കാർ സംഘം പുറപ്പെടുന്ന ഒരു ചടങ്ങ്. പുറത്തെ കലശോത്സവത്തിന്റെ ഭാഗമായി കാളരാത്രി, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളും മാണിക്കൂത്ത്, മാണിക്യമംഗലം, പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവും അടോട്ട്, മൂത്തേടത്ത് കുതിര, മധുരക്കാട് വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കുംകര, ഇളയടത്ത് കുതിര വകയായി 2 കലശവും, മടിക്കൈ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപാലം കളരിയിൽ നിന്ന് 2 കലശവും എഴുന്നള്ളിക്കും. കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കുല, ചെക്കിപ്പൂ എന്നിവ ശേഖരിക്കുന്നതിനായി പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. അടോട്ട്, മൂത്തേടത്ത് കുതിര പഴിയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ക്ഷേത്രത്തിലെത്തിയ ആചാരസ്ഥാനികരും കലശക്കാരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റുള്ളവരും ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷം അടോട്ട് കളരിയിലെത്തി പ്രാർത്ഥന നടത്തി.
തുടർന്ന് കളരിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദമായ കഞ്ഞി കുടിച്ച ശേഷം മടിയൻകൂലും ക്ഷേത്രപാലകനെ വണങ്ങി പൂക്കൾ ശേഖരിക്കുന്നതിനായി പുറപ്പെട്ടു. വാരിക്കാട്ടിലെത്തിയ ശേഷം പൂക്കൾ ശേഖരിക്കുന്നതിനുള്ള അനുമതി വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിച്ചു. തുടർന്ന് പച്ചിക്കാരൻ തറവാട്ടിന് സമീപത്ത് നിന്ന് 2 സംഘങ്ങളായി തിരിഞ്ഞ് പൂക്കൾ ശേഖരിക്കുന്നതിനായി പുറപ്പെട്ടു. ഇന്ന് പൊളിച്ചു കൊണ്ടിരുന്ന പൂക്കൊല ഇന്ന് അകത്തെ കലശത്തിന് നാളത്തേക്കും പുറത്തെ കലശത്തിന് മറ്റന്നേക്കും. നാളെ രാത്രി മാഞ്ഞാളിയമ്മക്ക് അകത്തെ കലശം, നാളെ രാത്രിക്കും ക്ഷേത്രവാലിനും നടയിൽ ഭഗവതിക്കും ഈ 3 കലശങ്ങളും 3 തീയതിനായിട്ടാണ് സമർപ്പിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്ന ശേഷം മൂലക്കണ്ടത്ത് സംഗമിച്ചു. പൂക്കാർ സംഘങ്ങൾ അടോട്ട് കളരിയിൽ എത്തിച്ചേരും. തുടർന്ന് വിളക്കും തളികയുമേന്തി കളരിയിൽ എത്തിച്ചേരുന്ന പൂക്കാർ സംഘങ്ങളെ സ്വീകരിച്ച ശേഷം ചക്ക കൊണ്ടുള്ള എരിശ്ശേരി, മറ്റ് പച്ചക്കറികൾ എന്നിവ കൊണ്ട് തയ്യാറാക്കിയ കറിയും മറ്റും ചേർത്ത് പ്രത്യേക കഞ്ഞിയും നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർവീൽ ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തേജസ്വിനി പുഴയോരത്ത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ സ്വന്തമായി നടപ്പിലാക്കി വരുന്ന ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. നീലേശ്വരം ഇന്നർവീൽ ക്ലബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എപ്പോഴും സംഘർഷവും ഏറ്റുമുട്ടലും ഒറ്റപ്പിടിക്കലും ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി ആരുടേതാണ്, ഭൂമി ആരുടേതാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വരുന്ന ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നൊരു ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കാനുണ്ടായ ഒരു പാഠമാണ്. ഭൂമിയുടെ അവകാശി ആരാണ്? ഞാൻ എൻ്റെ 10-20 സെൻറ്റ് മതിൽ കെട്ടി തിരിച്ച് ഞാൻ കരുതിയാണത് എൻ്റെതാണ്. എന്നാൽ അതിനകത്ത് പാമ്പുകൾ താമസിക്കുന്നു. നീലേശ്വരം ഇന്നർവീൽ ക്ലബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഷീജ ഇ സ്വാഗതം പറഞ്ഞു. ജീവനം പദ്ധതിയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ദിവാകരനും പരിസ്ഥിതി സംരക്ഷണ ആവശ്യകതയെക്കുറിച്ച് നെയ്തൽ പ്രസിഡന്റ് പ്രവീൺ കുമാറും സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായ വിനയ രാജ്, റഫി കോട്ടപ്പുറം, ബിന്ദു സതീശൻ, ചാർട്ടർ പ്രസിഡന്റ് രമ കരുണാകരൻ, ഡോക്ടർ സുലേഖ രാമകൃഷ്ണൻ, AK രാമകൃഷ്ണൻ, K ദാമോദരൻ, ഉഷ ദാമോദരൻ, യമുന K നായർ, ഷീബ ശ്രീധരൻ, ശാന്തകുമാരി, ആനന്ദവല്ലി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സലീല മോഹൻ നന്ദി പറഞ്ഞു. യോഗത്തിന് ശേഷം ദിവാകരൻ കടിഞ്ഞുമൂലയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഭാരവാഹികളും നാട്ടുകാരും ഇന്നർവീൽ ക്ലബ് മെമ്പർമാരും ചേർന്ന് പുഴയോരത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി വിദ്യാധരൻ കാട്ടൂർ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും വിദ്യാധരൻ കാട്ടൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-കാരിയായ പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ പെൺകുട്ടിയുമായോ മരണവുമായി ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തികളുമായോ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പാണത്തൂരിലെ വ്യവസായിയും കാഞ്ഞങ്ങാട്ടെ താമസക്കാരനുമായ വിദ്യാധരൻ കാട്ടൂർ പറയുന്നത്. താൻ വിദേശത്തേക്ക് കടന്നുവെന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചുവെന്നുമുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കേസിൽ തന്നെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണമുന്നയിച്ച കേരള പട്ടികജാതി സമാജം ഭാരവാഹികൾക്കും തന്റെ പേര് പരാമർശിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെയും നിയമപരമായി പോരാടുമെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും വിദ്യാധരൻ കാട്ടൂർ കൂട്ടിച്ചേർത്തു. വാർത്തയിൽ പ്രതിപാദിച്ചതുപോലെ വ്യവസായിയും ബസ് ഉടമയുമായ വിദ്യാധരൻ കാട്ടൂർ വിദേശത്തേക്ക് കടന്നു, ഒപ്പം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു വിളിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് മറുപടിയായി വിദേശത്തേക്ക് കടന്ന വിദ്യാധരൻ കാട്ടൂർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഉള്ളത്. ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചതിൻ്റെ മറുപടിയുമായി ഇതുവരെയും ക്രൈംബ്രാഞ്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിലാരും പോലീസ് ഉദ്യോഗസ്ഥരാരും വിളിച്ചിട്ടില്ല. വിദ്യാധരൻ എന്ന എൻ്റെ പേരിൽ ഇതുവരെയും യാതൊരുവിധ കേസുകളും ഇല്ല. ബേളൂർ തങ്കരാജ്, MK ഭാസ്കരൻ അട്ടേങ്ങാനം, ബാലഗോപാലൻ കക്കാണത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ബളാൽ പഞ്ചായത്തിലെ മാലോം പടയം കല്ലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 വീടുകൾ കേടുപാടുകൾ വരുത്തി. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് ആൾ താമസമുള്ള സ്ഥലത്ത് ആന ഇറങ്ങിയത്. ബളാൽ പഞ്ചായത്തിലെ മാലോം പടയം കല്ലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് ആൾ താമസമുള്ള സ്ഥലത്ത് ആന ഇറങ്ങിയത്. കഴിഞ്ഞ 45 വർഷമായി ഇവിടെ താമസിക്കുന്ന തോട്ടക്കര ജോർജ് എന്ന കുഞ്ഞേട്ടൻ എന്ന കർഷകന്റെ വീട്ടുമുറ്റത്ത് ആനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. പുറത്തെ ശബ്ദം കേട്ട് ജോർജ് കതക് തുറന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കൊമ്പനാന വീടിന്റെ വരാന്തയോട് ചേർന്ന് നിൽക്കുന്നതായും മറ്റാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായും ജോർജ് കാണുകയായിരുന്നു. രാത്രി 11 മണി കഴിഞ്ഞ നേരത്ത് ആന വന്നിട്ട് വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ പേടിച്ചിട്ട് ലൈറ്റെല്ലാം ഓഫാക്കി ഇപ്പോൾ കരിക്കാതെ ആർപ്പിച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആന വഴിയെ കൂടെ പോയി വെള്ളം തെങ്ങും കവുങ്ങെല്ലാം പറിച്ച് പോയി. കവുങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. പടയംകല്ലിലെ മുണ്ടക്കൽ ഷാജുവിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ കതക് ആന തകർത്തു. വെള്ളം നിറച്ചുവെച്ച വീപ്പയും മറ്റും തട്ടിത്തെറിപ്പിച്ചു. ഷാജുവിന്റെ 200ഓളം വാഴകളും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും ആനക്കൂട്ടം നശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മാലോം. തൃക്കരിപ്പൂർ വൈക്കത്ത് കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം നേതൃത്വത്തിൽ വിവിധ തലങ്ങളിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. നടക്കാവ് മിഡ്ലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത്, മൈതാണി പ്രദേശങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കാരുണ്യ പുരുഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. BSc ഫിസിക്സിൽ ഉന്നത വിജയം നേടിയ രേവതി രാജ്, SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ K നിരാമൈ, K ആഗ്നേയ, ജെറിൻ ലിനോ ജോസഫ്, USS സ്കോളർഷിപ്പ് നേടിയ A ആരാധ്യ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചിക്കൻ കിട്ടിയാൽ ഒരു സന്തോഷം. ചോറിന്റെ മുമ്പിൽ ചിക്കൻ ഉണ്ടായാൽ മതി. ചോറിന്റെ മുമ്പിൽ ചിക്കൻ കഴിക്കണമെന്നൊന്നുമില്ല, ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ചോറിന് പോകാനൊരു സന്തോഷമാണ് അല്ലേ? അല്ലേ, നിങ്ങളെ കാര്യം അല്ലേ? ചിക്കൻ കഴിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ചിക്കൻ മുമ്പിൽ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരകമായ അസുഖങ്ങൾ ക്ഷണിച്ചു വരുന്ന. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ ഈ കാരുണ്യ പുരുഷ സ്വയം സഹായ സംഘം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണുകയാണ്. കാരുണ്യ പുരുഷ സംഘം പ്രസിഡന്റ് ജെയ്സൺ ജോസ് അധ്യക്ഷത വഹിച്ചു. ദിലീഷ് കരയാപ്പള്ളി, K ചന്ദ്രൻ, C സുരേഷ്, K രാജൻ, K സുകുമാരൻ മാസ്റ്റർ, E രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഘം കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സൗഹൃദ സദ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്.
വാർത്തകൾ തുടരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം സദ്ഭാവനാ ദിനമായി തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ ഇക്കഴിഞ്ഞ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 53 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്യാഷ് അവാർഡുകളും മൊമെന്റോകളും വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ പടവ് കയറിയപ്പോൾ തന്നെ സ്വതസിദ്ധമായ എൻ്റെ മടി എന്നോട് പറഞ്ഞു, വേണ്ട, നിനക്കിതിന് കഴിയില്ല, നീ പരാജയപ്പെട്ടു, നീ കാറ്റിൻ്റെ മുന്നിൽ, നീ പാറയുടെ ചെങ്കുത്തായ കയറ്റത്തിൻ്റെ മുന്നിൽ, പഴുവഴുപ്പുള്ള മഞ്ഞിൻ്റെ മുന്നിൽ ഒന്നും നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നീ പരാജയപ്പെടും. പക്ഷേ ലക്ഷ്യബോധത്തിലേക്കുള്ള എൻ്റെ നിശ്ചയദാർഢ്യം, എൻ്റെ വിൽ പവർ, ഈ മടിയൊക്കെ പരാജയപ്പെടുത്തി ഞാൻ കയറി തുടങ്ങി. വീണ്ടും എന്നെ തിരിച്ച് എൻ്റെ ഇങ്ങനെ മടി പുറത്തേക്ക് താഴെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല, ലക്ഷ്യമായിരുന്നു പ്രധാനം. രാജ്യത്ത് നടപ്പാക്കിയ വിവരസാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറ പാകിയ രാജീവ് ഗാന്ധിയെ യുവതലമുറ എന്നും സ്മരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് K. ശശി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് നാരാത്ത് രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. സദ്ഭാവന സെക്രട്ടറി K. സജിത്, ട്രഷറർ E. രാജേന്ദ്രൻ, K. ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ കുഞ്ഞിരാമൻ വക്കീൽ സ്മാരക അവാർഡ് ജേതാവും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാജീവ് ഗാന്ധി ആധുനിക ഭാരതത്തിന്റെ ശില്പിയെന്ന് ഡോക്ടർ ഖാദർ മാങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി ആധുനിക ഭാരതത്തിന്റെ ശില്പിയാണെന്ന് ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമുക്തഭടനായ KP പ്രഭാകരനെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷനായി. DCC മെമ്പർ CV ഭാവനൻ, KP ബാലകൃഷ്ണൻ, നാരായണൻ മുണ്ടോട്ട്, M. കുഞ്ഞികൃഷ്ണൻ, V. ഗോപി, KK ബാബു, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജീവ് ഗാന്ധി 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സൈനികരെ ആദരിക്കൽ ചടങ്ങും ചുള്ളിക്കര രാജീവ് ഭവനിൽ വെച്ച് നടന്നു. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണവും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സൈനികരെ ആദരിക്കലും ചുള്ളിക്കര രാജീവ് ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി ചെയ്ത ഒട്ടനവധി പ്രവർത്തനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒട്ടനവധി ഭരണ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാമോ, ഇന്നിപ്പോ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന അവികസിത രാജ്യത്തെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തലയെടുപ്പോട് കൂടി മുമ്പോട്ട് നയിക്കുവാനുള്ള, മുമ്പോട്ട് പോകുവാനുള്ള രാജ്യമാക്കി മാറ്റിയത് രാജീവ് ഗാന്ധിയുടെ ഭരണ കാലഘട്ടത്തിലായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് PG ദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം സൈനികരെ ആദരിച്ചു. M. കുഞ്ഞമ്പു നായർ അഞ്ഞനമുക്കോട് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി ഹരീഷ് P. നായർ, MP ജോസഫ്, MM സൈമൺ, ബാലകൃഷ്ണൻ ബാലൂർ, KJ ജെയിംസ്, PA ആലി, MM തോമസ്, P. കൃഷ്ണൻ നായർ, V. മാധവൻ നായർ, വിനോദ് കപ്പിത്താൻ, ബാബു കദളിമറ്റം, പ്രിയ ഷാജി, C. രേഖ, രാജീവൻ ചീരോൽ തുടങ്ങിയവർ സംസാരിച്ചു. റോയി ആശാരിക്കുന്നേൽ സ്വാഗതവും മധുസൂദനൻ റാണിപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചുള്ളിക്കര. എൽസോൾ പവർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് മാവുങ്കാൽ പുതിയ കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ MNREയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച കോട്ടയം ചങ്ങനാശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന
എൽസോർ പവർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് മാവുങ്കാൽ പുതിയ കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലിജോ പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും പ്രത്യേകിച്ച് പഞ്ചായത്തിൽ എല്ലാം ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഒരു അറിയാവുന്നൊരു കാര്യം പെൻഷൻ മാനദണ്ഡത്തിൽ AC ഇപ്പോൾ പെൻഷൻ തള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീടുകളിൽ AC സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ AC സ്ഥാപിച്ച വീടാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന 1 യൂണിറ്റ് വൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 800 ഗ്രാം കാർബൺ ഡയോക്സൈഡാണ് നമ്മളെല്ലാവരും പ്രകൃതിയിലേക്ക് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൂലം. അപ്പം നല്ലൊരു നാളേക്കായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ് സോളാർ. അതായത് ഞാൻ 1 യൂണിറ്റ് വൈദ്യുതി 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഒരു കണക്ക് നിങ്ങളോട് പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു 3 കിലോയുടെ സോളാർ സിസ്റ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ 5000 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് തുല്യമാണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്ധു, രഞ്ജിത്ത് സൈമൺ, ജിറ്റോ, കൃഷ്ണദാസ്, രാജീവ്, ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എൽസോൾ സോളാർ കസ്റ്റമേറ്റ്സ് ഫാമിലിയിൽ നിന്നും കഴിഞ്ഞ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിന് സോണൽ മാനേജർ ദീപുമോൻ സ്വാഗതവും ഏരിയ മാനേജർ നോബൽ ആന്റണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ പള്ളിയിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് നാടിന് കണ്ണീരാഴ്ത്തിയ സംഭവം. ഗുരുതരാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. അപകടം പതിവായതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ബസ് സ്റ്റാൻഡിലുണ്ടായ വെള്ളക്കെട്ട് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും മണ്ണിടിച്ചിലും. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല അദാലത്തിൽ 53 ഫയലുകൾ പരിഗണിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ നേതൃത്വം നൽകി. കാസർഗോഡ് ആവേശത്തിലിളക്കി സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ്. മാധ്യമപ്രവർത്തകരുടെ വീറും വാശിയും പ്രകടമായ കമ്പപ്പൂരിൽ മലപ്പുറം പ്രസ് ക്ലബ് ജേതാക്കളായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻകോലും കലശോത്സവം കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾക്കായി അടോട്ട് കളരി മധുരക്കാട് വയൽ കലശപ്പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർവീൽ ക്ലബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.